സംസ്ഥാനത്തെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ ക്ഷേത്ര ശ്രീകോവിൽ പ്രതിഷ്ഠയ്ക്കൊരുങ്ങി. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിലെ പൊന്നുംകോടുകുന്ന് തൃക്കൈപ്പറ്റ ക്ഷേത്രമാണ് പുനർനിർമ്മിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ ക്ഷേത്ര ശ്രീകോവിൽ പ്രതിഷ്ഠയ്ക്കൊരുങ്ങി. തൊണ്ടയാട് ബൈപ്പാസിൽ സൈബർ പാർക്കിനു സമീപത്താണ് 1.5 സഹസ്രാബ്ദത്തോളം പഴക്കമുള്ളതും 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൺമറഞ്ഞു പോയതുമായ പൊന്നങ്കോടുകുന്ന് തൃക്കൈപ്പറ്റ ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. മെയ് 11 മുതൽ 23 വരെ സുബ്രഹ്മണ്യ വിഗ്രഹ പ്രതിഷ്ഠയും കലശാഭിഷേകവും നടക്കും. ഭക്തരിൽ നിന്ന് സ്വരൂപിച്ച 8 കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് ക്ഷേത്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ മുരളീധരനും ക്ഷേത്രം ട്രസ്റ്റി AK പ്രശാന്തനും സംഘാടക സമിതി ചെയർമാൻ അംഗത്തിൽ അജയകുമാറും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മഹാക്ഷേത്രം ആയിരങ്ങൾക്കധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണ്. 700 കൊല്ലം മുമ്പ് നശിച്ചു പോയതാണ്. ഇവിടെ ഈ കഴിഞ്ഞ 1-2 തലമുറകളിൽ ജീവിച്ചവർക്ക് ആർക്കും തന്നെ ക്ഷേത്രത്തെക്കുറിച്ച് വലിയ ഒരു ജ്ഞാനമോ വിവരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ടെത്തിയതാണ്. ഇങ്ങനെ ഒരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന നേരിയ ഒരു ചിന്ത മാത്രമേ പലർക്കും ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇത് കണ്ടെത്തി. അതിനുശേഷം എന്താണ്, ആരാണ്, ഇവിടെയുള്ള പ്രധാന ദേവത ഏതാണ് എന്നുള്ളതിനെ പറ്റി 3 തവണ സ്വർണ്ണപ്രശ്നം നടത്തേണ്ടി വന്നു. പ്രഗത്ഭന്മാരായ ജ്യോതിഷികളാണ് ഈ 3 തവണയും ഈ പ്രശ്നചിന്ത നടത്തിയിട്ടുള്ളത്. ആദ്യത്തെ സ്വർണ്ണപ്രശ്നം നടത്തിയത് അരീക്കുളങ്ങര സോമമണിക്കരുടെ നേതൃത്വത്തിലായിരുന്നു. ശിവനും പാർവതിയും ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിതരായിരുന്നു എന്ന നിഗമനത്തിലാണ് അദ്ദേഹം എത്തിയത്. ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ അഥവാ തന്ത്രിയായി തൃപ്പുഴ ക്ഷേത്രത്തിൻ്റെ തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂരി ആണ് കണ്ടത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ ബിംബം, പീഠം, അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ നോക്കിയപ്പോൾ ഇത് ശിവൻ്റെയും പാർവതിയുടേതുമല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടാവുകയും അതനുസരിച്ച് അന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പാവറട്ടി ഷൺമുഖൻ മാസ്റ്റർ എന്ന ജ്യോത്സ്യൻ്റെ നേതൃത്വത്തിൽ പിന്നീടൊരു സ്വർണ്ണപ്രശ്നം നടത്തുകയും അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠിതമായിരുന്നത് വിഷ്ണുവും സുബ്രഹ്മണ്യനും തുല്യ പ്രാധാന്യത്തോടെയാണെന്നും പ്രധാന ദേവൻ വിഷ്ണുവാണ് എന്ന നിഗമനത്തിലെത്തിച്ചേർന്നു. അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അങ്ങനെ കൂടുതൽ പരിചിന്തനങ്ങൾക്ക് വിധേയമായപ്പോഴാണ് 3ാമതൊരു സ്വർണ്ണപ്രശ്നം ഫറൂഖ് നല്ലൂർ രാമകൃഷ്ണൻ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്നത്. അതിലാണ് എല്ലാവർക്കും ഏകദേശം യോജിക്കാവുന്ന ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേർന്നത്. പ്രധാന ദേവൻ സുബ്രഹ്മണ്യൻ. ആ ഒരൊറ്റ ചിന്തയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. 20 നടക്കുന്ന പ്രതിഷ്ഠാ കർമ്മത്തിന്റെ ഭാഗമായി 12 മുതൽ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ദേശീയപാത ബൈപ്പാസിൽ നിന്നും സൈബർ പാർക്കിന്റെ അതിരിലൂടെ കിഴക്കേ നടയിൽ എത്തിച്ചേരും വിധം റോഡ് ക്ഷേത്രത്തിലേക്ക് മാത്രമായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ACV ന്യൂസ്, കോഴിക്കോട്.